ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പപ്പടച്ചോറ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് എന്ന് പറയാം. കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളിയാണ്. നമുക്ക് വേഗം ചോറ് അങ്ങ് പള്ളയിലൊക്കെ ഇറങ്ങി കിട്ടും. ഇതിൽ ഞാൻ 2 ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പപ്പട ചമ്മന്തിയും സാധാരണ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പപ്പട ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഒരു 8 പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 ചെറിയുള്ളി, പിന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉപ്പ് അത് മസ്റ്റാണ്. ഇനി ഈ പപ്പടം ഞാൻ ചെറുങ്ങനെ മുറിച്ചിടുന്നുണ്ട്. ആദ്യം പപ്പടം നീളത്തിൽ കത്രി കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് ക്രോസ് ആയിട്ട് ഒരു ചെറിയ പീസാക്കിയിട്ടാണ് മുറിച്ചിടുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ തിരിയും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നുമില്ല, പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പപ്പടമെല്ലാം നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. പക്ഷെ ഞാനിതൊരു സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി നോക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയിലെ അത് തൊലി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്. പിന്നെ കട്ട് ചെയ്യുന്നത് നമുക്ക് കൈകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പപ്പടം പൊരിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ തിരക്ക് കാരണം എന്തായിക്കില്ല, നെയ്യ് ചൂടായിട്ടില്ല. നെയ്യ് കുറച്ചും കൂടി ചൂടാവാനുണ്ട്. സാരമില്ല, അതങ്ങ് റെഡി ആയിക്കോളും. പപ്പടമല്ലേ, പൊരിഞ്ഞ് കിട്ടുമല്ലോ. ഇനി രണ്ടാമതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പക്ഷേ എനിക്ക് ഇത്രയേ വേണ്ടുള്ളൂ. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ മുന്നേ പപ്പട ചമ്മന്തിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ അതിപ്പോൾ ചോറും സൈഡ് ഡിഷായിട്ട് എല്ലാ കറികളും ഉള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കിയതേനും. പക്ഷേങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു പരീക്ഷണം. അപ്പം സക്സസ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം പപ്പടം എല്ലാം ഞാൻ അരിപ്പയിൽ കോരിയിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. രണ്ടാമതിട്ട പപ്പടം നന്നായിട്ട് പൊങ്ങി വരുന്ന തരത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം പപ്പടം എല്ലാം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചതിൽ. അതിൽ ഞാൻ കടുക് പൊട്ടിച്ചിടുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കടുക് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ മുറിച്ച് വെച്ച ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് തന്നെ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വഴറ്റിയിട്ട് ഞാനൊരു മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അധികം നേരം ഒന്നും വാടണ്ട. ഇനി അത് മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രേ വേണ്ടുള്ളൂ, അധികമൊന്നും ഇടണ്ടയില്ല. 1/4 ടീസ്പൂണിനെക്കാട്ട് കുറച്ചും കൂടി കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ ഇല്ലേ, ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിൽ ചില്ലി ഫ്ലേക്സിൽ ഇട്ട് കൊടുത്തോണ്ട് അധികം മുളക് പൊടി ഇടണമെന്നില്ല. ഇത് വഴറ്റിയിട്ട് വല്ലാണ്ട് ഡ്രൈ ആയി പോകണ്ട. ആ സമയത്ത് തന്നെ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കണം. പപ്പടം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പൊടിഞ്ഞു പോകാണ്ട് നോക്കണം. ഇത് അതിന് തട്ടാത്ത തരത്തിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. മസാല എല്ലാം അതിലേക്ക് പിടിക്കണം. അപ്പം നമ്മളെ പപ്പട ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നതല്ലാണ്ട് നോർമല് നമ്മൾ കറീൻ്റെ കൂടെ എല്ലാം കൂട്ടിയാൽ സൂപ്പറായിരിക്കും. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പപ്പട ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്യുകയും കൂടിയും ചെയ്യണേ. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നോർമലായിട്ടെല്ലാം ഉണ്ടാക്കുന്ന മുളകൊടിച്ച് നമ്മൾ പറയാം. അത് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി, അത് വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 3 ഇടണം. പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലായി പോകണ്ട. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പപ്പട ചമ്മന്തിയിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ മസാലയിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കാമെന്ന് വെച്ച് ഇത്രയും ഐറ്റംസ് മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്.
രണ്ടും മുളകിൻ്റെ പൊടിയും വെളുത്തുള്ളിയും ഉപ്പും തേങ്ങയും വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് പപ്പട ചമ്മന്തിയും പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് മുളക് പൊടിച്ചത്. എന്നിട്ട് ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പണ്ടെല്ലാം ഉമ്മാമ അമ്മയുമെന്ന് മുളക് പൊടിച്ച് തന്നിട്ട് അതിൻ്റെ മുകളിൽ ചോറ് കൂടി ഇട്ടിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് തരും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെങ്ങനെ കഴിക്കേന് അതിൻ്റെ രുചി വേറെ തന്നെയാണ്. അപ്പം ഞാൻ ചോറും ചമ്മന്തികളും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പപ്പടച്ചോറെന്ന് ഞാനായിട്ട് പേരിട്ടതാണ്, ഞാൻ വേറെ ഒന്നിലും കണ്ടതൊന്നുമല്ല കേട്ടാ. ഇനി ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ഇടുന്നുണ്ട്. മുളക് ചമ്മന്തിൻ്റെ റെസിപ്പി എൻ്റെ കമൻറ്റിൽ പ്രിൻസി എന്ന് പറയുന്ന ആൾ ചോദിച്ചിനേനു. ഞാൻ ഉച്ചയോണിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ അതിൽ ഞാൻ കാണിച്ചപ്പം ചോദിച്ചതാ. അപ്പോൾ പ്രിൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് ചമ്മന്തിൻ്റെ റെസിപ്പി ഇട്ടത്. അപ്പം അമ്മന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചോറ്. കറികളൊന്നും ഇല്ലാത്ത ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.